വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ BCR. മക്കളെ, നമ്മളെ പരീക്ഷ അങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നമ്മളെ NMSലെ കിഡിലും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, ടെൻഷൻ അടിക്കണ്ട, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന കുറെ ടീച്ചേഴ്സ് ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം കേട്ടോ, ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. തൊണ്ടയ്ക്ക് അത്രയും സുഖമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വന്നതാണ്. പ്രശ്നമില്ല, അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന വീഡിയോ ആണ് എങ്കിൽ പോലും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്ത് പെട്ടെന്ന് ലൈക്ക് ചെയ്യും. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം, ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഏതോ ഒരു നാട്ടിൽ പറയുകയാണെ നീലനെ പച്ച എന്ന് പറയാണ്, മനസ്സിലായോ? അതുപോലെ പച്ചനെ വെള്ള എന്ന് പറയുകയാണെ, വെള്ളനെ മഞ്ഞ എന്ന് പറയുകയാണെ, മഞ്ഞനെ കറുപ്പ് എന്ന് പറയുകയാണെ, കറുപ്പിനെ ചുവപ്പ് എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പറയണേ, എന്താ പറയുന്നത്, പാലിന്റെ നിറം എന്ത്? എടാ, പാലിന്റെ നിറം നിങ്ങൾക്ക് വെള്ളയാണ്, പാലിന് വെള്ള നിറമാണ്. പക്ഷെ പാലിന്റെ നിറം ആക്ച്വൽ നിറം എന്തെന്നല്ല ചോദിച്ചത്. പാലിന് വെള്ള നിറമാണെങ്കിൽ ഇവിടെ പാല് വെള്ള എന്ന് പറയുന്ന സാധനം എന്താ? വെള്ള എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പറ വെള്ള എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. വെള്ള എന്ന് പറഞ്ഞാൽ മഞ്ഞയല്ലേ? അപ്പൊ ആൻസർ മഞ്ഞയാണ്. ദേ നമ്മുടെ ഉത്തരം വരെ പൊളിയല്ലോ. സെറ്റാണോ? അവിടെ മനസ്സിലാക്കുക, പാലിന്റെ നിറം പാലിന്റെ നിറം മഞ്ഞല്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പറയാം വെള്ളയാണെന്ന്. പക്ഷെ ആ നാട്ടില് വെള്ളനെ വെള്ള എന്നല്ല പറയാം. ഇതിപ്പോ വെള്ളയല്ലേ? ഈ വെള്ള സാധനം അവരുടെ നാട്ടിൽ എന്താ പറയാ? മഞ്ഞ എന്നാ പറയാ. കാരണം അവരുടെ നാട്ടിലെ സാധനം എന്താ? വെള്ളയെ മഞ്ഞ എന്നാ വിളിക്കുക അല്ലെ? ഇതിപ്പോ നിങ്ങളോടാരാ പറഞ്ഞത് വെള്ളാണെന്ന്? ഇത് മഞ്ഞയാണെങ്കിലോ? അപ്പൊ അവര് വിളിക്കല് മഞ്ഞയാണെന്നേ ഉള്ളൂ. അപ്പൊ അതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവിടെ ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഐഡിയ. അങ്ങനെയാണ് ഈ ചോദ്യം കൂടെ മനസ്സിലാക്കിയത്. നിങ്ങൾ വേറെ ലെവലായി. ഇതല്ല, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി വരാനുണ്ട് കേട്ടോ. പറ, ബാഗിനെ പെട്ടി എന്ന് വിളിക്കുകയാണ്, പെട്ടീനെ പേന. ഓല നാട്ടിൽ വിളിക്കുന്ന ഓരോ കാര്യങ്ങളിലെ പേനയെ കുടാന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി എഴുതുന്നത് ഏത് ഉപയോഗിച്ചാണ്? എടാ, ഒരു കുട്ടി എഴുതുന്നത് പേന ഉപയോഗിച്ചാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് പറയാം. പക്ഷെ പേന ഇവിടെ എന്താണെന്ന് നോക്ക്, പേനയെ കുട എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി, കുട, അംബ്രല്ല. ഓല നാട്ടിൽ പേനനെ എന്താ വിളിക്കുക? കുട. അപ്പൊ ഓല എന്താ എഴുതുക? കുടനോട് എഴുതാന്നൊക്കെ പറയുന്നല്ലേ. അപ്പൊ അതാണ് ഐഡിയ. ഓക്കെ, കുടനോട് എഴുതാന്നല്ല, പേനന്റെ പേരാണ് കുടാന്ന്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് ഐഡിയ. അപ്പൊ ഐഡിയ കത്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഐഡിയ കത്തിക്കുക. ഓക്കെ, മക്കളെ മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് എന്റെ പൊന്നു മക്കളെ, ഞാൻ അപ്പൊ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലങ്ങൾ ചോദിച്ചതാ. ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇക്കൊല്ലം ചോദിക്കുന്നതാ. ഇക്കൊല്ലം ചോദിച്ചതാ, കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചതാ. ഈ 2 ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യത്തെ NMS പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് 100%. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നോക്കാം. ഒരു ക്ലാസ്സിൽ അഭിഷേകിന്റെ റാങ്ക് മുകളിൽ നിന്ന് എത്രാമതാണ്? നോക്ക്, മുകളിൽ നിന്ന് 23ാമത്, 23rd അല്ലേ? 23rd എന്നല്ല പറയാം, 23rd ആണ്. അതുപോലെ താഴെ നിന്ന് 27ാമതാണ്. എന്നിട്ട് പറയുകയാണെ, ആകെ കുട്ടികളുടെ എണ്ണം കാണണമെങ്കിൽ എന്റെ പൊന്നു മക്കളെ, ആ അഭിഷേകിന്റെ മുകളിൽ നിന്നുള്ള റാങ്ക് 23ഉം താഴെ നിന്നുള്ള റാങ്ക് 27ഉം. അപ്പൊ 23A + 27, 23 27ഉം കൂടെ കൂട്ടിയാൽ എത്രയാടാ? പറ. 23 27ഉം കൂടെ കൂട്ടിയാൽ 50 എന്റെ പൊന്നു മക്കളെ. പക്ഷെ ആൻസർ 50 അല്ല. ആകെ കുട്ടികൾ കാണണമെങ്കിൽ ഈ 50 എഴുതിയിട്ടില്ലേ? മുകളിലത്തും താഴത്തും നമ്മുടെ അഭിഷേകിന്റെ റാങ്ക് തന്നെയാണല്ലോ. ആ അഭിഷേകിന്റെ റാങ്കിന്റെ 50ൽ നിന്ന് ഒരു 1 കുറയ്ക്കുക. എത്ര കുറയ്ക്കണം? ഒരു 1. എപ്പോഴും 1 കുറയ്ക്കുക. 1 കുറയ്ക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ 50A - 1 49 കുട്ടികളുണ്ടാവുക. ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടത്? മുകളിൽ നിന്നുള്ള 23ഉം താഴെ നിന്നുള്ള 27ഉം കൂട്ടുമ്പോൾ 50. ആകെ കുട്ടികളുടെ എണ്ണം കാണണമെങ്കിൽ അതിപ്പോ മുകളിന്നോ താഴെന്നോ വലത്തുനിന്നോ ഇടത്തുനിന്നോ നിരേന്റെ ഏതെങ്കിലും അറ്റത്തുനിന്ന് ആയിക്കോട്ടെ, അത് 2 കൂട്ടുക 1 കുറയ്ക്കുക. ആകെ കുട്ടികളുടെ എണ്ണാണെങ്കിൽ കൂട്ടുക 1 കുറയ്ക്കുക. അത് പരിപാടി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം മക്കളെ, ഈ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആരും പോരുത്. എന്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, ഈ ചോദ്യം കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റാഗ്രാം ID വൈശാഖ് ചെയ്യാം
നിങ്ങൾക്ക് ഫീഡ്ബാക്കും അറിയിക്കാം. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ, ഉഷാറായോ, പരീക്ഷ എളുപ്പമായിട്ട് എഴുതിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ മാത്രമല്ല എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിലേക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതിൽ ആൻസർ പ്ലസ് ഫീഡ്ബാക്കും പറയണം. അതോടൊപ്പം തന്നെ ഇതിലും നിങ്ങൾ അത് പറയണം, മറക്കരുത്. പരീക്ഷ കഴിഞ്ഞാൽ നമ്മളെന്ന് മറക്കൂല എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഇതിന്റെ കുഞ്ഞു വീഡിയോ, ഇനിയും വീഡിയോസ് തരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും, എന്റെ എല്ലാ ചങ്കുകൾക്കും, എന്റെ എല്ലാ കരളുകൾക്കും, എന്റെ എല്ലാ ഹൃദയങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പറഞ്ഞ മാതിരി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോ, ഇനിയും വേണമെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മി വിജയ് സൈനിങ് ഓഫ്. താങ്ക് യു.